അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കഥാപാത്രത്തെ പറയുന്നു. ആ കഥാപാത്രം ആരുമാവാം. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ ويستضعف طائفة منهم ويذبح أبناءهم ويستحيي نساءهم وإنا فوقهم قاهرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവരോട്, മനസാക്ഷി മറ്റൊരാളുടെ മുമ്പിൽ പണയം വെക്കാത്തവരോട് അല്ലാഹ് പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, അതേ നബിയെ പറഞ്ഞു കൊടുക്കുക. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി, സർവാധിപതി, സ്വേച്ഛാധിപതിയുമായ ഫറോവ, നാം പറയുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫറോവ ലോകം വാണിരുന്ന കാലം ഈജിപ്ഷ്യൻ സാമ്രാജ്യം മുഴുവനും ഫറോവയുടെ അധികാരത്തിന്റെ കാൽപ്പാടങ്ങളുടെ താഴെ കടന്ന സംഭവം. ആ സമയത്ത് ഫറോവ എന്ന ഭരണാധികാരി ചെയ്തതെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വജഅല അഹ്ലഹാ ശിയഅ. ഫറോവ ചെയ്തതെന്നറിയോ? ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിച്ച ജനതകളെ ആ ഫറോവ അധികാരത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഉപയോഗിച്ചിട്ട് വജഅല അഹ്ലഹാ ശിയഅ, അവരെ പല വിഭാഗങ്ങളാക്കി മാറ്റി, പല വർഗങ്ങളായി, ഗോത്രങ്ങളാക്കി. ഹിബ്തിയും ബനൂ ഇസ്രായേൽ എന്ന രണ്ട് വിഭാഗമാക്കിയിട്ട് വർഗീയതയുടെ വിഷവിത്തുകൾ അവരുടെ മനസ്സിലോട്ട് പാകിക്കൊടുത്തപ്പോ, അവരെ ഭിന്നിച്ചുകൊണ്ട് ഫറോവ തന്റെ അധികാരത്തിന്റെ കാലുകൾ ഉറപ്പിച്ചപ്പോ അല്ലാഹ് പറയുകയാണ്, ഫറോവ ചെയ്ത ആദ്യത്തെ ജോലി എന്തെന്നറിയോ? വജഅല അഹ്ലഹാ ശിയഅ. ആ താമസിച്ചിരുന്ന ജനതകളെ, ഒന്നുമല്ലാത്ത ജനതകളെ രണ്ട് ഭാഗമായി വിഘടിപ്പിച്ചു. എന്നിട്ട് അവരുടെ ഇടയിൽ ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ തീവ്രവാദം കുത്തിനിറപ്പിച്ചപ്പോ, അവരെ ഭിന്നിപ്പിച്ച് ഭരിപ്പിച്ചപ്പോ, സഹോദരങ്ങളെ, അഭിനവകാല ഫറോവമാർ, ഇന്ത്യ രാജ്യത്തിന്റെ അഭിനവകാല ഫറോവമാർ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രബലമായ രണ്ട് മതവിഭാഗങ്ങൾ, ഒന്ന് ഹൈന്ദവരും ഒന്ന് മുസ്ലിമീങ്ങളും, അവരെ പരസ്പരം രണ്ടാക്കി മാറ്റി മതവിഭ്രാന്തിയുടെ, മതവർഗീയതയുടെ ഏറ്റവും വലിയ കുരുക്കുകളിൽ അവരെ തളച്ചിട്ടപ്പോ അഭിനവകാല ഫറോവമാർ അവസാനിച്ചിട്ടില്ല. സാക്ഷാൽ ഫറോവയെ ചെങ്കടലിൽ ചത്തിട്ടുള്ളൂ. ആ ഫറോവയുടെ പ്രേതം ചത്തിട്ടില്ല. ആ ഫറോവയുടെ പ്രേതം ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിന്നീട് ചെയ്തതെന്തെന്നറിയോ? ആ നാട്ടിലെ അപരരായ ദളിതുകളായ ന്യൂനപക്ഷങ്ങൾ, സഹോദരങ്ങളെ, അപ്പം വെക്കുക, നാട്ടിലെ ദളിത് ന്യൂനപക്ഷങ്ങൾ, അധികാരത്തിന്റെ സവർണ്ണ തമ്പുരാക്കന്മാർ അവരുടെ അടുക്കളപ്പുറങ്ങളിലെ ഏറ്റവും വലിയ അടിമകളായി മാറ്റിവെച്ചപ്പോ ഫറോവ ചെയ്ത രണ്ടാമത്തെ ജോലി, കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് നീട്ടിപ്പരത്തി പറയാനുള്ള സമയമില്ല, ദളിതുകളെ മുഴുവനും അടിച്ചമർത്തി അവരെ മുഴുവനും അടിമകളാക്കി സമൂഹത്തെ മാറ്റിയപ്പോ സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ വരാനുള്ള ബനൂ ഇസ്രായേലി സമൂഹത്തിന്റെ വയലേലകളിലെ കലപ്പകളായി ഉരുതുമറിക്കാൻ വേണ്ടി അവർ വിധിക്കപ്പെട്ടപ്പോ സഹോദരങ്ങളെ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്തപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി, ആയിരക്കണക്കിന് ദളിതുകളെ അടിച്ചമർത്തി, നൂറുകണക്കിന് പെണ്ണുങ്ങളുടെ മാനം പിച്ച് ചീന്തിയിട്ട് അധികാരത്തിന്റെ സിംഹാസനത്തിൽ വർഗീയതയുടെ കാട്ടുകൾ ഇറക്കിയിട്ട് ഫറോവമാര് വിലസിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, എത്ര നാളാണ് ഇവരെ ഇങ്ങനെ അടിച്ചമർത്തുക? എത്ര നാളാണ് ഇവർക്കെതിരെ ഏറ്റവും വലിയ വർഗീയതയുടെ കാട് ചുമത്തുക? ഇവർക്കൊരു രക്ഷകൻ വേണ്ടയോ? ഇവർക്കൊരു ഒരു പുനരുത്ഥാനകൻ വേണ്ടയോ? അല്ലാഹ് പറയുകയാണ്, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർദി വനജഅലുഹും അഇമ്മാ വനജഅലുഹുൽ വാരിഥീൻ. വനുരീദു, നാം ആഗ്രഹിച്ചു, അല്ലാഹ് പറയുന്നു, വനുരീദു, നാം ആഗ്രഹിച്ചു, അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർദി, ഈ ഭൂമിയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ദളിതുകളെയും അവർണ്ണരെയും അവർക്ക് ഞാൻ ഇസ്സത്ത് കൊടുക്കണമെന്ന്, അഭിമാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ അല്ലാഹുവിന്റെ തീരുമാനം വന്നു. ആ തീരുമാനം പൂർത്തീകരിക്കാനാണ് ഈജിപ്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ അടിമത്തത്തിന്റെ മേഖലയിലേക്ക്, ലോക ചരിത്രത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ ദാർശനികനായ പുരുഷൻ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായത്. സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ അവങ്ങ വിഭാഗങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ശവസംസ്കാരം നടക്കാനില്ലാത്തപ്പോ, സ്വന്തം അമ്മ മരണപ്പെട്ട് കഴിയുമ്പോ സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരു കൂരയില്ലാതെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട് കഴിയുമ്പോ ആ മാതാവിന്റെ കബറടക്കാൻ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ ഇത്രയും നാളം അടുക്കള ജോലി ചെയ്ത സമന്ന തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് മാതാവിന്റെ മൃതശരീരവും കയ്യിൽ പിടിച്ചിട്ട് എന്റെ മാതാവിന്റെ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി വേണമെന്ന് സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ യാചകന്റെ വിധേയന്റെ വിദ്വേഷം കിട്ടുമ്പോ ആ സമയത്ത് ഒരു തുണ്ട് മണ്ണ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിൽ കിടക്കുന്ന പട്ടിയെ കയറടിച്ചു വിടുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട മാതാവിന്റെ ജഡശരീരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി അവസാനം നൊന്ത് പ്രസവിച്ച മാതാവിൽ മരിച്ചു കഴിയുമ്പോൾ കുടിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ അവസാനം മാതാവിന്റെ മൃതദേഹം കയ്യിലിരുന്നിട്ട് കൊടുത്തു നാറുമ്പോ ഒന്നിനും കഴിയാതെ കണ്ണുകല്ലാത്ത കണ്ണുനീര് സാക്ഷി വെച്ച് ആ മാതാവിന്റെ ശരീരത്തിന് ബലമുള്ള കല്ല് കെട്ടിവെച്ചിട്ട് മാതാവിന്റെ മൃതശരീരം വേമ്പനാട്ടുകായലിലേക്ക് വലിച്ചെറിഞ്ഞ് കല്ലിന് കെട്ടിയ മാതാവിന്റെ മൃതശരീരം അടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ വേമ്പനാട്ടുകായലിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ടുപാടിയ എനിക്കുന്നൊരു പിടി മണ്ണ് വേണം, എന്റെ അമ്മയ്ക്കൊരു പട്ടണ തീർക്കുവാൻ, എനിക്കുന്നൊരു പിടി പൂ വേണം, എന്റെ അമ്മയ്ക്കൊരു അഞ്ജലി തീർക്കുവാനെന്ന് പാടിയ കല്ലറ സുകുമാരനെ പോലെയുള്ള ആയിരക്കണക്കിന് അധകൃതന്മാര് പാടുപെട്ടപ്പോ അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ ഈ മലയാള ഭൂമിയിലോട്ട് കടന്നു വന്നു പാടില്ല, ഇവരെ അടിച്ചമർത്താൻ പാടില്ല. പകൽപൂരിലെയും നീറട്ടിലെയും ഭീവണ്ടിയിലെയും കാശ്മീരിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ വർഗീയതയുടെ ആലോചനകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വകാന ഇന്നനീ മിനൽ മുസ്ലിമീൻ. പാടില്ല എന്ന് പറയുന്ന അരുതേ എന്ന ശബ്ദവുമായി കടന്നു വന്നു ഈജിപ്തിലേക്ക് കടന്നു വന്ന മൂസാ നബിയെ പോലെ ബഹുമാനായ അബ്ദുൽ നാസർ മഅ്ദനി പാടില്ല. ഈ മർദ്ദനങ്ങൾക്കൊരു അവസാനം ഉണ്ടാവണം, അതിനു വേണ്ടിയാണല്ലോ മൂസ വന്നത്. അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല, പക്ഷെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാലഘട്ടത്തെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഒരു വലിയ സംഭവം ഖുർആൻ പറയുന്നു. ഫറോവയുടെ ഫറോവയ്ക്ക് ഹാലളകി, ഞാൻ ഭരിച്ചിരുന്ന ഈ സമുദായത്തിൽ എനിക്കെതിരെ വിരലെടുക്കാൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഫറോവ എന്ത് ചെയ്തെന്നറിയുമോ? സഹോദരങ്ങളെ, മഅ്ദനിക്ക് സംഭവിച്ചത് തന്നെ മൂസയ്ക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ മൂസയ്ക്ക് സംഭവിച്ചത് മഅ്ദനിക്ക് സംഭവിച്ചു അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നുകിലും മൂസാ നബിക്ക് സംഭവിച്ചത് തന്നെ മഅ്ദനിക്ക് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ആ സംഭവിച്ചത് വേറെ മറ്റൊന്നുമായിരുന്നില്ല. എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, തന്റെ അധികാരത്തിനെതിരെ, താൻ കൂട്ടുകൂട്ടിയ സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യമായി ഒരു മനുഷ്യൻ നടന്നു വരികയും ആ മനുഷ്യൻ തന്റെ നാട്ടിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്താണ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫറോവ പറഞ്ഞത്, ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയിട്ട് ഫറോവ, നീ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഫറോവ ചോദിച്ചു, നീ ആരടാ അത് പറയാൻ? ഫറോവ ചോദിച്ചു, നീ ആരടാ അത് പറയാൻ? നീ ആരാ? ഞാൻ എത്രയോ നാളുകൊണ്ട് ഇവിടെ വാണരുളുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ മൂസാ നബിയോട് ഫിർഔൻ തന്റെ സാമ്രാജ്യത്തിൽ ഇരുന്നിട്ട് ചോദിച്ചു, ആരാണ് മൂസാ നീ പറയണ അള്ളാഹ്? ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പറയുന്ന അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് ഭൂമിയിലേക്ക്. ആ സമയത്ത് പൊട്ടിച്ചിരിച്ചിട്ട് ഫിർഔൻ പറഞ്ഞു, മൂസ, എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? ആകാശത്തിൽ നിന്ന് നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഈ ഭൂമി എന്റേതാണ്. നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണം എന്നോട് ചോദിച്ചിട്ട് വേണോടാ മൂസ ചെയ്യാൻ. അപ്പൊ നിന്റെ അള്ളാഹ്ക്ക് മേലെ ആരാ? ഞാനാണ്. ആ ഫറോവയുടെ വംശം ചത്തിട്ടില്ല. ഈ ഭൂമിയിൽ സംസാരിക്കണമെങ്കിൽ ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങൾ മാത്രം ഇവിടെ വാണാൽ മതി, അതിനപ്പുറത്തേക്ക് വേറൊരുത്തൻ വാണരുളണ്ട എന്ന അഭിനവ കാല ഫറോവൻ ചിന്താഗതി. യഥാർത്ഥത്തിൽ അതല്ലേ നടന്നത്?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫറോവയുണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ. പക്ഷെ ഫറോവ ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനിയെ തളയ്ക്കുന്ന, ബുദ്ധിപൂർവ്വം തളയ്ക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. പക്ഷെ ഫറോവ ആരെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും അറിയാം, ഒന്നുകിൽ അത് വെളിയിൽ വന്നിട്ടില്ല. ആ ഫറോവയെ കണ്ടെത്തലാണ് നമ്മുടെ ധർമ്മം.